നടത്തിയത് ജാമിയ സൗദിയക്ക് വേണ്ടിയാണ്. അങ്ങനെ ഇവിടെ വന്ന് തുടക്കം കുറിച്ച കാലഘട്ടം മുതലേ അൽഹംദുലില്ലാഹ് ഞാൻ പഠിച്ച വലിയ പ്രശസ്തി നേടുകയും ഉന്നതി നേടുകയും ചെയ്ത മർക്കസു സഖാഫത്തി സുന്നിയ ആ മഹത്തായ സ്ഥാപനത്തെ ആദരിക്കുന്നത് പോലെ ജാമിയ സൗദിയെയും ആദരിക്കുകയും ആ രണ്ട് മഹത്തായ സ്ഥാപനങ്ങളെയും മാതൃകയാക്കി അവലംബിക്കുകയും ചെയ്തു വന്നിട്ടുണ്ട്. ഈ മനസ്സിൽ എന്റെ മാതാവിന്റെ നിര്യാണത്തിലുള്ള വേദന മാറുന്നതിന് മുമ്പ് ഈ പരിപാടിയുടെ ഒരു എളിയ സംഘാടകനും കൂടിയായതുകൊണ്ട് എം എ ഉസ്താദിനെ പരിപാടിക്ക് ക്ഷണിച്ചത് ഒന്ന് ഞാനാണ്. ആ നിലക്ക് ഒരു സംഘാടകനും കൂടിയായതുകൊണ്ട് ഈ പരിപാടിയിൽ വരൽ നിർബന്ധമാണ് എന്നതുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി തന്നെയാണ് പ്രധാനമായും ഇവിടെ എത്തിച്ചേർന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നീണ്ട ഒരു പ്രസംഗം ഇപ്പോൾ ഞാൻ അശക്തനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചുരുങ്ങിയ സമയം അല്പം കാര്യങ്ങൾ മാത്രം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി. മുസ്ലിം ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ കഴിഞ്ഞ ഏകദേശം ഒരു 10-12 ദിവസം മുമ്പ് ഞാൻ നാദാപുരം സിറാജുൽ ഹുദയുടെ കീഴിലുള്ള ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിദ്യാരംഭം കുറിക്കുന്ന LKGയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രവേശനം നൽകുന്ന ദിവസം ഫാത്തിഹ ഓതി തുടങ്ങിക്കൊടുക്കാൻ വേണ്ടി അവിടെ വരെ ഒന്ന് പോയി. ഞാനൊരു ചെറിയ സംഭവം പറയാം. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പുതുതായി LKGയിൽ 300-ലധികം കുട്ടികൾ ചേരാൻ വന്നവരുണ്ട്. അവർക്ക് ഫാത്തിഹ ഓതി കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ നാദാപുരം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സ്റ്റേജുമേൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുട്ടിയുടെ പേര് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ പേര് നോബൽ എന്നാണ്. അദ്ദേഹം ഒരു ക്രിസ്തീയ സഹോദരനാണ്. അപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പൂർണ്ണമായി മദ്രസ പഠനവും കൂടി നൽകുന്നതാണ് നമ്മുടെ പരിപാടി. അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഈ SIന്റെ കുട്ടിയെ ചേർത്താൽ ആ കുട്ടിക്ക് നമ്മൾ കയറി വരുമ്പോ തന്നെ അസ്സലാമു അലൈക്കും ചൊല്ലണം, അതുപോലെ തന്നെ ഭക്ഷണം കഴിയുമ്പോൾ ബിസ്മി ചൊല്ലണം എന്നൊക്കെ കുട്ടിക്കാലത്തെ കുട്ടികൾക്ക് പഠിപ്പിക്കും. അത് നിങ്ങളെ കുട്ടിയും പഠിച്ചാൽ വിഷമാവൂലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അതും പഠിക്കട്ടെ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുട്ടിയെ സ്കൂളിൽ ചേർത്തത്. ഞാൻ സ്റ്റേജിൽ ചെന്നപ്പോ അദ്ദേഹം ആശംസാ പ്രസംഗം നടത്തുന്നു. അപ്പൊ അവിടെയുള്ള നമ്മുടെ മാനേജർ ഇസ്മായിൽ സഖാഫി എന്നോട് പറഞ്ഞു, നോബൽ പ്രത്യേകം നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്, കോട്ടയം ഭാഗത്തൊക്കെ ധാരാളം ക്രിസ്തീയ ആരാധനാ കേന്ദ്രങ്ങൾ, ചർച്ചുകൾ, അതുപോലെ ക്രിസ്ത്യാനികളുടെ പള്ളികളും ആ ചർച്ചുകളോടനുബന്ധിച്ചൊക്കെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്തീയ പുരോഹിതന്മാര്, പണ്ഡിതന്മാർ സ്ഥാപിച്ചു നടത്തുന്നുണ്ട്. അവിടെയൊക്കെ സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും അതിനപ്പുറം ഡിഗ്രിയും അങ്ങനെ തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ നൽകുന്ന ഉന്നത സ്ഥാപനങ്ങൾ നടത്തുന്നു. അതുപോലെ ഈ നാദാപുരം ഏരിയയിലൊക്കെ പള്ളികളോടനുബന്ധിച്ച് എല്ലാ സ്ഥലത്തും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ വേണ്ടി ഉസ്താദിനോട് പറയണം, എന്നാൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നോബൽ സാർ പറഞ്ഞിരിക്കുന്നു എന്ന് എന്നോട് മാനേജർ ഇസ്മായിൽ സഖാഫി പറഞ്ഞു. ഞാനിത് പറയാൻ കാരണം മുസ്ലിം സമുദായം ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്. അതായത് നമുക്കറിയാം, ക്രിസ്തീയ പുരോഹിതന്മാർ നമ്മുടെ കേരളത്തിൽ അവർക്ക് സ്വാധീനമുള്ള മുഴുവൻ മേഖലകളിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. ആ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് ക്രിസ്തീയ സമുദായത്തെ സംബന്ധിച്ച് നമുക്ക് നന്നായി അറിയാം. അവരുടെ കൂട്ടത്തിൽ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളുണ്ട്, ഒരുപാട് പാർട്ടികളുണ്ട്, ഒരുപാട് ചേരികളുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും അവരുടെ പണ്ഡിതന്മാര് നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഒരു ചേരിതിരിവും ഇല്ലാതെ, ഒരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ ആ പണ്ഡിതന്മാരെ 100% പിന്തുണക്കുന്നതാണ് ആ സമുദായത്തിന്റെ നയം. നമ്മുടെ സമുദായത്തിലുള്ള മുഴുവൻ വിഭാഗം ജനങ്ങളും ആവിഷ്കരിക്കുന്നുവെങ്കിൽ കേരളത്തിൽ ഏറ്റവും ഉന്നതമായ നിലവാരമുള്ള വിദ്യാഭ്യാസ
പുരോഗതിയുള്ള സമുദായം മുസ്ലിം സമുദായമായിരിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ മഹാനായ MA ഉസ്താദും AP ഉസ്താദും ഹംസ ഉസ്താദും അങ്ങനെയുള്ള നമ്മുടെ ആലിമീങ്ങൾ അവർ ആ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചപ്പോൾ സമുദായത്തിൽ നല്ല ചിന്തയുള്ള മുഴുവൻ ആളുകളും അവരോട് സഹകരിക്കുകയും അതുപോലെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നണിയിലായി അവരെ പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ഞങ്ങളെയും പിന്തുണക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് അല്ലാഹു തആല സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും അല്ലാഹു നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന്